എല്ലാവർക്കും നമസ്കാരം. പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് പുതിയ റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുണ്ട്. 700-ലധികം വേക്കൻസി ഉണ്ട്. പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത് ആൻഡമാനിലേക്കാണ്. ഇതൊരു ഓൾ ഇന്ത്യ റിക്രൂട്ട്മെന്റ് ആണ്. എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസും വൺ ബൈ വൺ ആയിട്ട് നോക്കാം. കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തെ ഡിപ്പാർട്ട്മെന്റ് ആനിമൽ ഹസ്ബൻഡറി ആൻഡ് വെറ്ററിനറി സർവീസ് ആണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറസ്റ്റിലേക്ക് വേക്കൻസി ഉണ്ട്. ഡയറക്ടറേറ്റ് ഓഫ് അഗ്രികൾച്ചറിലേക്ക് വേക്കൻസി ഉണ്ട്. ഫിഷറീസിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. ഡയറക്ടറേറ്റ് ഓഫ് ഷിപ്പിംഗ് സർവീസിലേക്ക് വേക്കൻസി ഉണ്ട്. പോർട്ട് മാനേജ്മെന്റിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. മുനിസിപ്പൽ കൗൺസിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 716 വേക്കൻസിയുടെ നോട്ടിഫിക്കേഷനാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. സോ റിക്രൂട്ട്മെന്റിലേക്കുള്ള ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് ഗ്രൂപ്പ് ബി പോസ്റ്റിലേക്കാണെങ്കിൽ 30 വയസ്സ് വരെയും, ഗ്രൂപ്പ് സി പോസ്റ്റിലേക്കാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സ് 33 വയസ്സ് വരെയും, ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 38 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. OBC കാൻഡിഡേറ്റ്സിന് 3 വർഷത്തിലവും ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തിലവുമാണ് പറഞ്ഞിരിക്കുന്നത്. റിക്രൂട്ട്മെന്റിലെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് +2 ആണ്. +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 100 രൂപ ഫീസ് ഉണ്ട്. എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. എക്സാമിനേഷനിൽ സിലബസ് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്, ജനറൽ ഇന്റലിജൻസ് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്, ജനറൽ അവയർനെസ് 50 ക്വസ്റ്റ്യൻ 50 മാർക്കാണ്. അങ്ങനെ 120 മിനിറ്റിന്റെ എക്സാമിനേഷനാണ് ഉണ്ടായിരിക്കുന്നത്. 0.25 മാർക്സ് നെഗറ്റീവ് ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കിയതിനു ശേഷം അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. ഇതിൽ സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്